ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഉൾപാർട്ടി ജനാധിപത്യം തകരുന്നതിന്റെ ഫലമായിട്ടാണ് പാർട്ടിക്കകത്ത് സ്വന്തം അഭിപ്രായം പറയാനും വിമർശനങ്ങൾ ഉന്നയിക്കാനും പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ സന്നദ്ധമാകാതിരിക്കുന്നത്. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഉൾപാർട്ടി ജനാധിപത്യത്തിന് പ്രാമുഖ്യം നൽകാനുള്ള ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനാണ്. ഇത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ്. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ ജനറൽ സെക്രട്ടറിയെ തൊട്ട് എല്ലാ നേതാക്കന്മാരെയും പരിശോധിക്കണം. അത് കീഴെ ബ്രാഞ്ച് വരെയാകാം. പക്ഷെ ഇപ്പൊ പരിശോധിക്കുന്നത് ബ്രാഞ്ചിലാണ്. ഈ തെറ്റ് ചെയ്യുന്ന നേതാക്കന്മാരാണ് കീഴെ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. തെറ്റ് തിരുത്തൽ രേഖയിലെ കാര്യങ്ങൾ കീഴെ വന്ന് വിശദീകരിക്കുന്നത് ഈ തെറ്റ് ചെയ്യുന്ന നേതാക്കളാണ്. എവിടെ ഈ പാർട്ടി നന്നാവും? ആ ചുമതല നിങ്ങൾ നിർവഹിക്കാതെ പോയാൽ ഈ പാർട്ടി സ്വേച്ഛാധിപത്യത്തിലേക്ക്, ഏകാധിപത്യത്തിലേക്കല്ലേ പോവുക. പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഓരോ നേതാവിനെയും തൊട്ട് വ്യക്തിപരമായി പരിശോധിച്ചാലല്ലേ തെറ്റ് തിരുത്താൻ കഴിയൂ. നമ്മൾ ബൂർഷ്വാ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ബൂർഷ്വാ സമൂഹം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീർണത അറിഞ്ഞോ അറിയാതെയോ പാർട്ടി സഖാക്കളെയും സ്വാധീനിക്കാനിടയുണ്ട് എന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ PB മെമ്പർമാരെ, CC മെമ്പർമാരെ എങ്ങനെ ബാധിക്കുന്നു, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കണ്ടേ? ഒരു പരിശോധനയുമില്ല. അവര് വന്നിട്ട് കീഴെ വിശദീകരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല തെറ്റു പറ്റിയിട്ടുണ്ടോ, തിരുത്തണം. അപ്പൊ ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിദ്യ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. പാർട്ടിക്കകത്ത് വലിയ നിലയിൽ അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരുത്താൻ നേതൃത്വം തയ്യാറാകാത്തിടത്തോളം കാലം ഈ ജനങ്ങളുടെ അഭിപ്രായം കേട്ടത് കൊണ്ടൊന്നും അത് തിരുത്താൻ പോകുന്നില്ല. ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ തന്നെ നേതൃത്വം എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ, നിലപാടുകൾ എടുത്തു പോകാൻ സാധിക്കണം. ഇത് താഴെ നിന്ന് നാട്ടുകാരോ ജനങ്ങളോ പാർട്ടി മെമ്പർമാരോ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമല്ല.